സാധാരണ ലൈറ്റുകളും ഫാനുകളും ആൾ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് AC 230 വോൾട്ടിൽ നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സെൻസർ സ്വിച്ച് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഇത് നമ്മൾ 3 വർഷം മുമ്പ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ഇത്തരം PIR മോഷൻ സെൻസർ സ്വിച്ചുകളുടെ ലഭ്യത കുറവും അതുപോലെ വില കൂടുതലും പിന്നെ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലെ സ്ഥിരതയില്ലായ്മയും ഒക്കെ എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് അനുഭവപ്പെട്ടിരുന്നു. എങ്കിലും ഇതിന് ആവശ്യക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു. ഇത്തരം സ്വിച്ചുകൾ മാക്സിമം 3 മീറ്റർ വരെയൊക്കെയാണ് സെൻസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥയും ഇതിന്റെ സെൻസിങ്ങിനെ വല്ലാതെ ബാധിച്ചിരുന്നു. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരുപാട് ദൂരം നിന്നും ആളുകളെ സെൻസ് ചെയ്യുന്നതും നമുക്ക് പ്രത്യേകിച്ച് വയറിംഗ് ഒന്നും ആവശ്യമില്ലാതെ നേരിട്ട് ഹോൾഡറിൽ ഇട്ട് ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള കിടിലൻ ഒരു സെൻസർ ലൈറ്റ് കിട്ടിയപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രമുഖ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാതാക്കളായ ഹാവൽസ് എന്ന കമ്പനിയുടെ സെൻസോലൈറ്റ് എന്ന 9 വാട്ട് സെൻസർ ലൈറ്റ് ആണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. സാധാരണ PIR മോഷൻ സെൻസർ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന LED ബൾബുകളുടെയും മോഷൻ സെൻസർ സ്വിച്ചുകളുടെയും പോലെയൊന്നുമല്ല ഇതിന്റെ പ്രവർത്തനം. ഒരുപാട് വ്യത്യാസമുണ്ട്. വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായി ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഈ ബോക്സിൽ നിന്നും ഈ ബൾബിനെ പുറത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കൂടെ കാണാം, സാധാരണ നമ്മൾ റൂമിലൊക്കെ ഉപയോഗിക്കുന്ന 9 വാട്ടിന്റെ LED ബൾബുമായിട്ട് നോക്കുമ്പോൾ ഇതിന് രൂപത്തിൽ ഒരു വ്യത്യാസവുമില്ല. സാധാരണ LED ബൾബ് പോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ വീടുകളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ഹാവൽസ് കമ്പനിയുടെ ബൾബാണ് എന്ന് മാത്രമല്ല, ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ സാധാരണ ഹോൾഡറിൽ കണക്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ ബൾബിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ ബോക്സിൽ തന്നെ ചിത്രങ്ങൾ സഹിതം കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്ത് ചലനമുണ്ടെങ്കിൽ ഈ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും, ചലനമില്ലെങ്കിൽ ഓഫ് ആവും. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ 1 മിനിറ്റ്, അതായത് 60 സെക്കൻഡാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇതിന്റെ സെൻസറിന്റെ പരിധിയിൽ ചലനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ബൾബ് മുഴുവൻ സമയവും പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുക. നേരത്തെ നമ്മൾ കാണിച്ച ഇതുപോലത്തെ PIR മോഷൻ സെൻസർ ഉപയോഗിച്ചിട്ട് മാക്സിമം 3 മീറ്റർ വരെയൊക്കെയാണ് ചലനം സെൻസ് ചെയ്യാൻ കഴിയുക. എന്നാൽ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ഹാവൽസിന്റെ ബൾബിനകത്ത് ഉപയോഗിക്കുന്നത് റഡാർ മോഷൻ സെൻസർ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഇത് 5 മീറ്റർ വരെ സെൻസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു ചെറിയ മറവിനപ്പുറത്തു കൂടിയുള്ള ചലനങ്ങളൊക്കെ ആണെങ്കിലും ഇത് സെൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്തരം റഡാർ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ മൈക്രോവേവ് സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു ബൾബിന്റെ ആവശ്യമായതുകൊണ്ട് 5 മീറ്റർ വരെ സെൻസ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ സർക്യൂട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ചിലവ് കുറക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ സർക്യൂട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതേ ടെക്നോളജി ഉപയോഗിച്ചിട്ട് 50 മീറ്റർ വരെയൊക്കെ സെൻസ് ചെയ്യുന്ന രീതിയിലുള്ള പല ഉപകരണങ്ങളും ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ്. ഇൻഫ്രാറെഡ് വേവ്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന PIR മോഷൻ സെൻസറിനെ അപേക്ഷിച്ച് ഇതിന്റെ സെൻസിങ് തെറ്റാനുള്ള സാധ്യത കുറവാണ് എന്നതും ദൂരം കൂടുതൽ കിട്ടുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ചു നോക്കാം. ഞാനിവിടെ ഹോൾഡറും വയറും എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൂടെ കാണാം. ഇതൊരു സാധാരണ ഹോൾഡർ തന്നെയാണ്. അതിലേക്കാണ് നമ്മൾ സാധാരണ ബൾബ് ഇടുന്നത് പോലെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഹോൾഡറിൽ ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്താൽ ആദ്യം ഇത് നേരിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇതിന്റെ 5 മീറ്റർ പരിധിയിൽ ചലനമില്ലെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പിന്നീട് ഒരു ചലനം ഉണ്ടാവുന്ന സമയത്ത് വീണ്ടും ഓൺ ആവുകയാണ് ചെയ്യുന്നത്. ഈ ചലനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇത് ഓണായി തന്നെ ഇരിക്കും, അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഓഫ് ആവും. സാധാരണ LED ബൾബ് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഡിമ്മർ സർക്യൂട്ടുകളിലോ ഇലക്ട്രോണിക് സ്വിച്ചുകളിലോ ഒന്നും ഇത് ഉപയോഗിക്കരുത്. നേരത്തെ നമ്മൾ കണ്ട PIR മോഷൻ സെൻസർ സ്വിച്ചിന് ഓൺലൈനിൽ 700 രൂപയൊക്കെ വില വരുമ്പോൾ യാതൊരു വയറിങ്ങും ആവശ്യമില്ലാതെ നേരിട്ട് ഹോൾഡറിൽ ഉപയോഗിക്കാവുന്ന ഹാവൽസിന്റെ ഈ ബൾബിന് അതിന്റെ നേർപകുതി മാത്രമാണ് വില വരുന്നത്. ഇതിലുപയോഗിച്ചിരിക്കുന്ന റഡാർ മോഷൻ സെൻസർ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു പല കമ്പനികളുടെയും ബൾബുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഹാവൽസ് എന്ന ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും എന്ന് കരുതിയിട്ടാണ് അത് ആദ്യം കാണിച്ചത്. ഇപ്പോൾ നമ്മൾ കാണിച്ചതെല്ലാം ഹോൾഡറിൽ വർക്ക് ചെയ്യുന്ന ബൾബുകളാണ്. ഇനി നിങ്ങൾക്ക് ഫാനോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ ആള് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ നിർമ്മിക്കണമെങ്കിൽ മോഷൻ സെൻസറും റിലേയും എല്ലാം വെച്ചിട്ട് എങ്ങനെ സെൻസർ സ്വിച്ച് നിർമ്മിക്കാം എന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ നിങ്ങളുടെ കൃഷി സ്ഥലത്തോ ഗാർഡനിലോ ഒക്കെ ആള് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് തെളിയണമെങ്കിൽ കറണ്ട് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ സോളാറിൽ ചാർജ് ചെയ്യുന്ന നിരവധി ലൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ വാളിൽ തൂക്കിയിടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഫ്ലഡ് ലൈറ്റ് പോലെയുള്ളതോ CCTV ക്യാമറ പോലെ തോന്നിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള റിമോട്ട് ഉള്ളതും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള ലൈറ്റുകൾ നിരവധി ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാത്തരം ലൈറ്റുകളും നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ 50 മീറ്റർ ദൂരമൊക്കെ സെൻസ് ചെയ്യുന്ന ഉപകരണങ്ങളുടെ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം ഉപകരണങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്.
നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്